ക്രിസ്മസ് സമാഗതമായിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു ചെറിയ ചിന്ത കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരുത്തുകയാണ്. ക്രിസ്മസ് വലിയൊരു ആഹ്വാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരുന്നുണ്ട്. ഒരുപടി ആഹ്വാനങ്ങളുണ്ട്, എന്നാലും ഇന്നൊരു ആഹ്വാനം നിങ്ങളുടെ മനസ്സിലേക്ക് കോരിയിട്ട് തരിക. നമുക്കറിയാം, ക്രിസ്മസ് ദിനത്തിൽ ഒരു നക്ഷത്രം ഉദിക്കുന്നുണ്ട്. രാജാക്കന്മാർക്ക് ഒരു നക്ഷത്രം വഴി കാണിക്കുന്നുണ്ട്. പ്രഭാത നക്ഷത്രത്തെക്കുറിച്ചൊക്കെ പല സൂചനകളും ബൈബിളിലുണ്ട്. പ്രകാശം പരത്തുന്ന നക്ഷത്രങ്ങൾ, പ്രകാശം പരത്തുന്ന ദിവ്യശിശു ഈ ലോകത്തിൽ ആഗതനാകുന്ന സ്മരണ അയവിറക്കുമ്പോൾ, ഈ പ്രകാശം നമ്മളിലേക്ക് അടിക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിൽ കുറിച്ച് വെച്ചോണം. ഈ പ്രകാശം ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ പ്രകാശം സ്വീകരിച്ചിട്ട് മറ്റൊരു നക്ഷത്രമായി തീരുവാനുള്ള ഒരു ക്ഷണമാണ്. അതുകൊണ്ട് ആട്ടിടയന്മാർ പുറത്തോട്ട് പോയത് അവർ സത്വാർത്ത പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. കിട്ടിയ പ്രകാശത്തെ പരത്തിക്കൊണ്ടാണ് പോവുക. പൂജ്യരാജാക്കന്മാർ വന്നിട്ട് ആ കണ്ട ദൈവ ശിശുവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് പോവുക. കിട്ടിയ അനുഭവങ്ങളെ പ്രകാശം പരത്തിക്കൊണ്ട് പോവുക. ദൈവാനുഭവങ്ങളൊന്നും സ്വന്തമായിട്ട് ആസ്വദിക്കാനുള്ളതല്ല. തീർച്ചയായിട്ടും ആസ്വദിക്കും, പക്ഷേ ദൈവത്തെ പ്രഘോഷിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനം കൂടി നിനക്ക് തരുന്നുണ്ട്. ദൈവത്തെ അനുഭവിച്ച് പ്രഘോഷിക്കുക. അതാകട്ടെ ഈ 2025 ക്രിസ്മസ്. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ.